വിദ്യാർത്ഥി നേതാവിനെ മുഖംമൂടിയിട്ട് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതിയുടെ ഷോക്കോസ് നോട്ടീസ്. ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് നൽകാനും കോടതി ആവശ്യപ്പെട്ടു. കൊരട്ടിയിൽ കഴിഞ്ഞ ദിവസം യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ അറസ്റ്റിൽ. മാള ഗ്രാമപഞ്ചായത്തിൽ 2 ദിവസമായി തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും കോൺഗ്രസ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വിദ്യാർത്ഥി നേതാവിനെ മുഖംമൂടിയിട്ട് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതിയുടെ ഷോക്കോസ് നോട്ടീസ്. KSU നേതാവ് ഗണേഷ് ആറ്റൂർ, അൽ അമീൻ, കിളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം KA എന്നിവരെയാണ് മുഖംമൂടിയിട്ട് കൈവിലങ്ങുമായി വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. നേരത്തെ ഗണേഷിന്റെ വീട്ടിൽ അർദ്ധരാത്രി വന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും അധിക്ഷേപിച്ചിരുന്നതായും ആരോപണമുണ്ട്. SFI KSU സംഘടനത്തെ തുടർന്നായിരുന്നു ഇവരുടെ അറസ്റ്റ്. KSU ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഗണേഷ്. കുന്നംകുളം സ്റ്റേഷനിൽ സുജിത്ത് മർദ്ദനമേറ്റ സമയത്ത് SHO ആയിരുന്ന ആളാണ് ഷാജഹാൻ. വിദ്യാർത്ഥികളെ ഈ വിധം ഹാജരാക്കിയതിൽ വടക്കാഞ്ചേരി കോടതി വിമർശിച്ചു. SHOക്കെതിരെ നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. SHOക്ക് ഷോക്കോസ് നൽകിയ കോടതി ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. മീഡിയ ടൈം, തൃശൂർ. കൊരട്ടിയിൽ കഴിഞ്ഞ ദിവസം യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ അറസ്റ്റിൽ. കോടശ്ശേരി മേച്ചിറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിഷ്ണു, കാര്യാടൻ വീട്ടിൽ സുജേഷ്, മടത്തിപ്പറമ്പിൽ വീട്ടിൽ സനീഷ്, ഇരിഞ്ഞാലക്കുട തെറ്റിൽ വീട്ടിൽ ജിസ്മോൻ, ചാലക്കുടി ചൗക്ക എടാർത്ത് വീട്ടിൽ അജിത്ത് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ കൊരട്ടി മണ്ടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പോളിക്ക് സമീപം വെച്ച് അന്നനാട് കാടുകുറ്റി സ്വദേശി ഷിനോജ്, മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, SIമാരായ ഷാജു OG, റെജിമോൻ NS, GASI ഷിജോ CT, GSCPOമാരായ ഉണ്ണികൃഷ്ണൻ പ്രവീൺ, CPOമാരായ ശ്രീജിത്ത്, അനീഷ്, ഹോംഗാർഡ് ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മാള ഗ്രാമപഞ്ചായത്തിൽ 2 ദിവസമായി തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. മാള പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരത്തിൽ ജിയോ ജോർജ്, യദുകൃഷ്ണൻ, അമ്പിളി സജീവ്, സിനി ബെന്നി, ലിസി സേവ്യർ എന്നിവർ പങ്കെടുത്തു. അവരെന്ത് പഠിച്ചു? അവർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ബാധ്യത പഞ്ചായത്തിനുണ്ട്, ജനനിധിക്കുണ്ട്. കുറേ പേര് അടച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരും മെമ്പർമാരെല്ലാവരും മുടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ മുടക്കുള്ളവർ അടയ്ക്കാത്ത കാരണം എല്ലാ മാസം അടയ്ക്കുന്നവരടക്കം ഇതിൽ ബലിയാടാവാണ്. അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇത് മാള പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഉൾപ്പെടുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനെതിരെ കണ്ണടച്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എന്നാൽ ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഇന്നിപ്പോൾ ഞങ്ങൾ 2ാമത്തെ ദിവസമാണത്. ഇന്ന് ഞങ്ങളിവിടെ കുത്തിരിക്കാൻ പോവാണ്. കാരണം ഇതിനൊരു തീർപ്പുണ്ടാവണം. വിഷയത്തിൽ MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണത്തിനുള്ള നടപടി എടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃത്യമായും വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശിക കൊടുത്തില്ലെന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടാക്കിയിരുന്ന എഗ്രിമെൻ്റ് അനുസരിച്ച് മാസത്തിൽ അടയ്ക്കേണ്ടതിൻ്റെ പകുതി പോലും അടയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇത് പല മാസങ്ങളിൽ തുടരുമ്പോൾ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ടവരെവിടെയാണ്? മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാണ്? ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന പഞ്ചായത്ത് സെക്രട്ടറി എവിടെയാണ്? അതുപോലെ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് സംസ്ഥാനത്തിൻ്റെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട്, പഞ്ചായത്തിലെ സ്കീം ലെവൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാം മോണിറ്റർ ചെയ്ത് ഇത് കൃത്യമായി പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള സ്ഥലം MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അടക്കമുള്ളവർ ഒരു പ്രതിസ്ഥാനത്താണ്. അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ സ്ഥലം MLA ഇടപെടണം. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഇക്കാര്യത്തിൽ ഇനിയും മൗനം പാലിച്ചിരിക്കുകയല്ല വേണ്ടത്. ഈ പദ്ധതിക്ക് ഏതെങ്കിലും രീതിയിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ്? അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും
ബഹുമാനപ്പെട്ട MLAക്കാണ്. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പൊയ്യ പുളിപ്പറമ്പിൽ CFI കോളേജിൽ ആരംഭിച്ച നിയമബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനം എറണാകുളം ട്രൈബ്യൂണൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ജുഡീഷ്യൽ മെമ്പർ ജസ്റ്റിസ് സുനിൽ തോമസ് നിർവഹിച്ചു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ എല്ലാം എത്തി നിൽക്കുന്നത്. കാരണം ഒരു ലോ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു അഭിഭാഷകനായിട്ടുള്ള ജീവിതത്തിൽ അനന്തമായ സാധ്യതകളാണുള്ളത്. പഴയതിനേക്കാളും വളരെയധികം കൂടിയിട്ടുണ്ട്. പണ്ടെല്ലാം നമ്മൾ ധരിച്ചിരുന്നത് LLB എടുത്തു കഴിഞ്ഞാൽ നേരെ കോടതിയിൽ പോയി അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇക്കാലത്ത് LLB എടുത്താൽ ഒത്തിരി ഡിഗ്രി എടുത്തു കഴിഞ്ഞ ശേഷം ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. ബാങ്കിലുണ്ട്, ഇൻഷുറൻസ് കമ്പനിയിലുണ്ട്, കൺസൾട്ടൻ്റായിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് സ്പെഷ്യലൈസ്ഡ് ഭാഗങ്ങളിൽ ജുഡീഷ്യൽ മൊത്തമുണ്ട് 37. അതിലൊരെണ്ണം നാഷണൽ ലോ സ്കൂളാണ്. 4 കോളേജസ് ഉണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിൽ വരുന്ന ലോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. CFI ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം ഡോക്ടർ ഷാജി അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ OS സരോജ, മുൻ MP ചാൾസ് ഡയസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ്, മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം യൂജിൻ മൊറോലി, പഞ്ചായത്ത് മെമ്പർ സാബു, CFI കോളേജ് ചെയർമാൻ PJ മാത്യു, CFI ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം CS ജോസഫ്, ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മാനസി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. പ്രജാപിത ബ്രഹ്മകുരിസ് ഈശ്വരീയ വിദ്യാലയം, കേന്ദ്ര സർക്കാർ മിഷൻ, സ്പന്ദൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, സാമൂഹ്യനീതി മന്ത്രാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രാജ്യത്ത് നടത്തുന്ന ലഹരി വിമുക്ത ഭാരത കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ വാഹന പ്രചരണത്തിന്റെ തൃശൂർ ജില്ലാ പര്യടനം അന്നമനട സെന്ററിൽ നിന്നും ആരംഭിച്ചു. അന്നമനട വിവേകോദയം വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ചടങ്ങ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് K ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തെ കാർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മയക്കുമരുന്ന്, മദ്യം, പുകയില, ലഹരി പദാർത്ഥങ്ങൾ. അതേപോലെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ വരെ മയക്കുമരുന്നാണ്. ഇതിലകപ്പെട്ടിട്ട് ആത്മഹത്യകൾ കൂടി വരുന്നു, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, അനേകം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിനെ കോൺടാക്ട് ചെയ്യണം. പ്രിൻസിപ്പൽ സരിത സംസാരിച്ചു. ബ്രഹ്മകുരി സെന്റർ ഇൻചാർജ് അനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പര്യടനം അന്നമനട ഗ്രാമപഞ്ചായത്ത്, പാലിശ്ശേരി SNDP സ്കൂൾ, വാളൂർ VHS, മേലടൂർ സർക്കാർ സമിതി സ്കൂൾ, മാള സെന്റ് ആന്റണീസ്, മാള സർക്കാർ ആശുപത്രി, ഗുരുതരം ആശുപത്രി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മാള മെറ്റ്സ് കോളേജിൽ സമാപിച്ചു. കാർമൽ കോളേജിൽ അന്തർദേശീയ സെമിനാർ ഫിസിക്സ് ആൻഡ് AI സംഘടിപ്പിച്ചു. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, IQAC, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി വടക്കാഞ്ചേരി വ്യാസ NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുശീൽ രാഹുൽ K ഉദ്ഘാടനം ചെയ്തു. Now you don't need a teacher to get information. Already informations are there, and ChatGPT, DeepSeek or Gemini will give you the information. And how many of you know that Gemini is going to launch their learning assistants in the coming months? That means December of this year. Anybody know that? What is going to happen? So whatever problem is with teachers are going to be not at all a problem for students, because they have announced the learning assistance for students around 1 month ago. മിഷൻ ലേണിംഗുമായി ബന്ധപ്പെടുത്തി ഡോക്ടർ ആരതി K പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ, യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക് ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റീനി റാഫേൽ, മിസ് ഗ്രേറ്റൽ ഫ്രാൻസിസ്, ഡോക്ടർമാരായ മാത്യു, മിസ് മേരി, ഫിലിപ്പ്, മിസ് നിത്യ എന്നിവർ സംസാരിച്ചു. മാരക മയക്കുമരുന്നായ MDMA കൊടുങ്ങല്ലൂരിൽ യുവാവ് പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള ലഹരിക്കെതിരെ നടക്കുന്ന വ്യാപക പരിശോധനയിലാണ് 2.765 ഗ്രാം MDMA യും 6.602 ഗ്രാം കഞ്ചാവുമായി വെമ്പലൂർ വില്ലേജിൽ
കട്ടൻ ബസാർ കുഴിയാർ കറപ്പം വീട്ടിൽ അഫ്താഫ് മുഹമ്മദിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപും സംഘവും പിടികൂടിയത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന അഫ്താഫ് മാരക മയക്കുമരുന്നായ MDMA ഉപഭോക്താവും വിൽപ്പനക്കാരനുമാണ്. രാസലഹരിയായ MDMA ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തുള്ള ചില്ലറ വിൽപ്പന നടത്തുന്നതായുള്ള പരാതിയിൽ എക്സൈസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. അഫ്താഫിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് രാസലഹരിയായ MDMAയും കഞ്ചാവും കണ്ടെത്തിയത്. പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ്, സുനിൽകുമാർ PR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിജാദ് KM, സനദ് സേവ്യർ, മുഹമ്മദ് ദിൽഷാദ്, വനിതാ എക്സൈസ് ഓഫീസർമാരായ സുധ, ശ്രുതി, എക്സൈസ് ഡ്രൈവർ സഞ്ജയ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ആചാര്യ വിനോബ ഭാവെയുടെ 130ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഗാന്ധിമാർഗം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ചർച്ച സമ്മേളനം, ലഘുരേഖ പ്രകാശനം, സർവോദയ സന്ദേശ പ്രചാരണം എന്നിവ സംഘടിപ്പിച്ചു. അയ്യന്തോൾ വയലാർ കൾച്ചറൽ സെന്ററിൽ നടന്ന ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ലഘുരേഖ പ്രകാശനവും സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ നിർവഹിച്ചു. സർവോദയ മണ്ഡലം നിവേദിക് PS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് P രാജേന്ദ്രൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ VS ഗിരീശൻ മാസ്റ്റർ, ഗാന്ധി ദർശൻ കോർഡിനേറ്റർ PJ കുര്യൻ മാസ്റ്റർ, വയലാർ ട്രസ്റ്റ് സെക്രട്ടറി വത്സല വാസുദേവൻ പിള്ള, ബാബു K തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ് രംഗത്തെ പ്രമുഖനുമായ ബോബി ചെമ്മണ്ണൂരിന് ചാലക്കുടി പ്രസ് ക്ലബ്ബ് സ്വീകരണം നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് AG ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി II അബ്ദുൾ മജീദ്, ട്രഷറർ K വിജയൻ, നഗരസഭാ അംഗം VJ ജോജി, മുൻ പ്രസിഡന്റ് PK സിദ്ദിഖ്, KJ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി വീരൻകുടി അരേക്കാപ്പ് ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങൾ കുടിൽ കെട്ടി താമസിക്കുന്ന മാരാങ്കോട് മല CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സന്ദർശിച്ചു. സർക്കാർ അനുവദിച്ച സ്ഥലത്ത് കുടിൽ കെട്ടുന്നതിന് നേതൃത്വം നൽകിയ 2 ഉന്നതികളിലെയും ഊരുമൂപ്പന്മാരെയും ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉരുൾപൊട്ടൽ ഭീഷണിക്ക് പുറമെ വന്യജീവി ആക്രമണത്തിൽ നിന്നും രക്ഷ തേടിയാണ് സ്ത്രീകളും കുട്ടികളുമടക്കം 104 ആദിവാസികൾ സർക്കാർ അനുവദിച്ച സ്ഥലത്ത് കുടിൽ കെട്ടി താമസിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലാജി, ഏരിയ സെക്രട്ടറി KS അശോകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെനിഷ് P ജോസ്, TP ജോണി, PV ഷാജൻ, EA ജയതിലകൻ, KI അജിതൻ, VJ ജോജി, പോൾ ഡേവിസ്, PP ബാബു, സാവിത്രി വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചിറങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിന് അടിഭാഗത്ത് ഓപ്പൺ ജിം സജ്ജമായി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഓപ്പൺ ജിം ഒരുക്കിയത്. നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 6 ലക്ഷം രൂപ ചെലവിട്ടാണ് ജിം സജ്ജീകരിച്ചിരിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് വിളംബര റാലിയോടെ തുടക്കമായി. ആദ്യ ദിവസം കോട്ടമുറിയിൽ നടന്ന ഫുട്ബോൾ മത്സരം സന്തോഷ് ട്രോഫി താരം വിപിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 28 വരെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥി നേതാവിനെ മുഖംമൂടിയിട്ട് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതിയുടെ ഷോക്കോസ് നോട്ടീസ്. ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് നൽകാനും കോടതി ആവശ്യപ്പെട്ടു. കൊരട്ടിയിൽ കഴിഞ്ഞ ദിവസം യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ അറസ്റ്റിൽ. മാള ഗ്രാമപഞ്ചായത്തിൽ 2 ദിവസമായി തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും കോൺഗ്രസ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.